ബീഫ് അച്ചാർ വല്ല എടുത്തുകൊണ്ടുപോയി. ബിസിനസ് ക്ലാസ് ആണ് ഇപ്പോൾ ഈ കാണുന്നത്. നമുക്ക് ആപ്പിൾ ജ്യൂസ് വേണം, ആപ്പിൾ ജ്യൂസ് വാങ്ങാം. ലാൻഡ് ചെയ്യാൻ പോവാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മളിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മളത് നാട്ടിൽ വന്നു ഈ വെക്കേഷന്. അപ്പോൾ നാട്ടിൽ നിന്ന് തിരിച്ചു പോവാണ്. അപ്പം ബാംഗ്ലൂരിനാണ് ഫ്ലൈറ്റ്. ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് നേരെ മ്യൂണിക്ക് നേരെ ഗഡാൻസ്ക്. പക്ഷേ ചെക്കിലേക്കല്ല നമ്മൾ പോകുന്നത്, നമ്മൾ പോളണ്ടിലേക്കാണ് പോകുന്നത്. പിന്നെ പോളണ്ടിലാണ് ഞാൻ ഇറാസ്മസ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പോളണ്ടിൽ ഈ സെമസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് അങ്ങോട്ടേക്കാണ് പോകുന്നത്. അപ്പം അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ പറയാം. അപ്പം ബാംഗ്ലൂരിൽ തുടങ്ങിയിട്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഈ വ്ളോഗിൽ ഉൾക്കൊള്ളുന്നത്. അതുപോലെ തന്നെ നമ്മളെ ടെർമിനൽ 2 ബാംഗ്ലൂരിൽ കിടിലനാക്കിയിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മളെ ടെർമിനൽ 2 ബാംഗ്ലൂർ എയർപോർട്ടിലത്തെ സെറ്റപ്പ്. പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര വലിയ ടെർമിനലാണ്. ഇവിടെ നിന്നാണ് ഇൻ്റർനാഷണൽ ഡിപ്പാർച്ചർ അതിൽ പോയാലാണ്. അപ്പോൾ ഞാൻ എൻ്റെ ബാഗേജും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് സെറ്റാക്കി. ഇനിയിപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. ചെറിയൊരു പ്രശ്നം പറ്റിയ എന്താ വെച്ചാൽ ലഗേജ് ഇത്തിരി കൂടുതലായിരിക്കും. ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലഗേജ് ഫുള്ള് മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ ലഗേജ് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ എന്നോട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാനൊക്കെ പറഞ്ഞു. അങ്ങനെ അതൊക്കെ സോർട്ട് ചെയ്ത് നമ്മൾ ലഗേജ് പോലെ ആക്സെപ്റ്റ് ചെയ്ത് ഇനി നമുക്ക് പോളണ്ട് ഗഡാൻസ്കിൽ എടുത്താൽ മതി. അപ്പോൾ ഇനി നമ്മൾ എന്താക്കണം, ഇമിഗ്രേഷൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് എന്താക്കാൻ ഉള്ളോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. കാഴ്ചയൊക്കെ നമ്മളെ ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് നമ്മളെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി റെഡി ആയി നിൽക്കുകയാണ്. അപ്പോൾ ബോർഡിംഗ് പാസും കാര്യങ്ങളൊക്കെ കിട്ടി. ഇവിടെ നിന്ന് 2:50 ഫ്ലൈറ്റ്. അത് ഡിലേ ആയിട്ട് 3:20 അറിയില്ല, പോയി നോക്കാം. അപ്പോൾ എന്തായാലും ഉള്ളിൽ ലോഞ്ചിലോ അവിടെ പുറത്തോട്ട് പോയി ഇരിക്കാൻ വിചാരിച്ച് എന്തായാലും നേരത്തെ എത്തിയതാണ്. അപ്പം അത്യാവശ്യം നല്ല ക്രൗഡാണ്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളെ ബാഗേജ് വെക്കുന്ന ഏരിയയിലേക്കാണ് ഈ പോകുന്നത്. ഇവിടെ നിന്നാണ് നമ്മളെ ബാഗേജും കാര്യങ്ങളൊക്കെ വെക്കുക. ലാപ്ടോപ്പ്, ക്യാമറ, ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ നമ്മൾ വേറെ വെക്കണം. അപ്പോൾ ഗൈസ് നമ്മളെ സെക്യൂരിറ്റി ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ട് പിന്നെ അങ്ങനെയാണ്. അപ്പം ഇനി നേരെ നമ്മൾ ലോഞ്ച് കിട്ടുമോ അറിയില്ല, ലോഞ്ചിലേക്ക് പോകണം. അല്ലെങ്കിൽ അവിടെ കുറച്ച് നേരം ഇരിക്കണം, ഫോണിൽ കുറച്ച് ചാർജൊക്കെ ചെയ്യണം. ഇതാണ് ബാംഗ്ലൂർ എയർപോർട്ടിലത്തെ ഡ്യൂട്ടി ഫ്രീ. അപ്പം ഇവിടെ നമുക്ക് ടാക്സ് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ നേരെ ലോഞ്ച് നോക്കാൻ പോവാണ്. അവിടെയാണ് ലോഞ്ചിൻ്റെ ഏരിയ. അപ്പം നമ്മൾ ബോർഡിങ് കേസ് അവിടെ C2 ആണ്, C1 to C4 അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പം ഇവിടെ തന്നെയാണ് ലോഞ്ച് നമുക്ക് കിട്ടാറില്ല, പോയി ട്രൈ ചെയ്ത് നോക്കാം. ലോഞ്ചിൻ്റെ ഏരിയ ഫുള്ളാണ്, നല്ല തിരക്കാണ്. എന്താക്കാൻ വിചാരിച്ചു അപ്പുറത്ത് പോയി ഇരിക്കാൻ വിചാരിച്ചു. ഇതൊക്കെ ഇരിക്കാൻ സ്ഥലങ്ങളുണ്ട്. നമുക്ക് ഈ C2 ഗേറ്റ് നോക്കിയിട്ടാണ് നടക്കേണ്ടത്. അവിടെ നിന്നാണ് നമ്മളെ ഫ്ലൈറ്റ് ബോർഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഡ്യൂട്ടി ഫ്രീൻ്റെ ഏരിയയാണ്. ഈ റിലേ എന്ന് പറഞ്ഞാൽ കമ്പനി ചെക്കിലും പോളണ്ടിലൊക്കെ കുറേ കണ്ടു കേട്ടോ. യെസ്, അങ്ങനെ നമ്മളെ ഗേറ്റിൻ്റെ അടുത്തെത്തി. C2 ഗേറ്റ്. ഇവിടെയാണ് നമ്മൾ ബാഗൊക്കെ വെച്ച് നമുക്കൊന്ന് വാഷ്റൂമിലൊക്കെ പോയി വരാം. ഇതിപ്പോൾ നേരെ വരുന്ന ബാംഗ്ലൂരിൽ നിന്ന് ലുഫ്താൻസ എയറാണ്. അത് ഡയറക്റ്റ് നമുക്ക് എന്താക്കാം, ജർമ്മനിയിലേക്കൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവർക്ക് മ്യൂണിക്ക് അതേപോലെ ഫ്രാങ്ക്ഫർട്ടിലേക്കൊക്കെ ബാംഗ്ലൂരിൽ നിന്ന് നമുക്ക് ഫ്ലൈറ്റ് ചീപ്പായിട്ട് കിട്ടും. പിന്നെ നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ ഇവിടെ എവിടെയും കൊണ്ടുപോയി വെക്കട്ടെ. നമ്മളെ ഫ്ലൈറ്റ് ഇതാ മ്യൂണിക്കിലേക്കുള്ളതാണ്. ഓൾമോസ്റ്റ് ഒരു ½ an hour ഉള്ളിൽ അല്ലെങ്കിൽ 10 minutes ഉള്ളിൽ തന്നെ നമ്മൾ പരിപാടിയും കാര്യങ്ങളൊക്കെ തുടങ്ങും, ബോർഡിങ് തുടങ്ങും. നമ്മളെ ഫ്ലൈറ്റ് അവിടെ വന്നുണ്ട് തോന്നുന്നു. നമ്മളെ ഫ്ലൈറ്റ് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ലുഫ്താൻസൻ്റെ ഫ്ലൈറ്റാണ്. ഇതാണ് ആ ഫ്ലൈറ്റ്. അപ്പോൾ ഈ ഫ്ലൈറ്റിലാണ് പോകുന്നത്. ജർമ്മനിൻ്റെ എയർലൈൻസ് ആണ് ഈ ലുഫ്താൻസ പറഞ്ഞിട്ട്. അതിൻ്റെ അടുക്ക് വെറൈറ്റി ആയിട്ട് ഇതാ ഇവിടെ ഒരാൾ കിടക്കുന്നുണ്ട്. ഈ സാധനം ഒന്ന് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ ഒന്ന് വാങ്ങി വെക്കണം ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. നല്ല തിരക്കേയും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓൾമോസ്റ്റ് കുറേ ആൾക്കാരൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് ഡിലേ ആണ് ഫ്ലൈറ്റ്. പിന്നെ ഒരു ചെക്ക് ഇൻ ചെയ്യാൻ കുറച്ച് സമയമെടുത്ത്. എന്തായാലും ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പം നേരെ ദുബായ് കാണെത്തിയതായിരിക്കും. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ പോകുന്നത് ജർമ്മനിയിലെ മ്യൂണിക്ക് വിയ ഗഡാൻസ്കിലേക്കാണ് പോകുന്നത്. ഇതാണ് ബോർഡിംഗ് പാസ്. ഇത്ര സീറ്റ് 36 ആണെന്ന് തോന്നുന്നു സീറ്റ്. വിൻഡോ സീറ്റ് കിട്ടിയില്ല ഇപ്രാവശ്യം. ബട്ട് ലെറ്റ്സ് സീ ഗൈസ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ് തോന്നുന്നത്. അപ്പോൾ ഇതിൽ ഹെയർ ഹോസ്റ്റസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ എടുത്ത് നമ്മൾ ചോദിച്ചു നോക്കാം. ഹലോ, welcome. The first tab, please. Yeah, thank you.
ഇതാണ് ഇതിലെ ബിസിനസ് ക്ലാസ്. നമ്മളെ ഇത് വിടല്ല, ഇത് കുറച്ച് പോകാനുണ്ട്. 35 ആണ് നമ്മളെ സ്ഥലം. അവിടെ പോയി നോക്കാം. ഇത് എക്കണോമിക് ക്ലാസ് ആണ് തോന്നുന്നത്. കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലുള്ളതാണ് ഏരിയ. ആദ്യമായിട്ടാണ് ഇത്ര വലിയ ഫ്ലൈറ്റിൽ കയറുന്നത്. നമ്മുടെ സീറ്റ് 35, അത് അപ്പുറത്തെ സൈഡുണ്ട്. നമുക്ക് സീറ്റ് എവിടെ പോയി നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു തൽക്കാണിണ്ട്, പിന്നെ ചെറിയൊരു പുതപ്പുണ്ട്, വലിയൊരു സ്ക്രീനുണ്ട്. അപ്പോൾ വലിയ ഫ്ലൈറ്റാണത്. ഗൈസ് അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനുള്ളിൽ കയറി. ഇതിൻ്റെ ഇപ്പുറത്തുള്ള 2 സീറ്റ് ഒഴിവാണ്. ഇവിടെ ആരും വന്നില്ല. 3 ലെയർ ആയിട്ടുള്ള 1, 2, 3 അങ്ങനെ ലെയർ ആയിട്ടാണ്. നമുക്ക് എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു ഹെഡ്ഫോൺ കിട്ടിയിട്ടുണ്ട്. പുതിയൊരു ഹെഡ്ഫോൺ, അത് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഫ്ലൈറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഫ്ലൈറ്റിൻ്റെ ടോപ്പ് വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇതൊക്കെ ആദ്യമായിട്ടൊരു ഫ്ലൈറ്റിൽ ഞാൻ കാണുന്നത്. ലൈവായിട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ആ സംഭവങ്ങളൊക്കെ എങ്ങനെ കാണാം. നമ്മളെ റൺവേ ആണ്, നമ്മൾ വേറൊരു സൈഡ്. സംഭവം കൊള്ളട്ടോ. ഗൈസ് അങ്ങനെ നമുക്ക് ഒരു മെനു കാർഡും കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട്. വെൽക്കം കിറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കുപ്പി വെള്ളം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വെക്കാം, കാണാൻ സ്ഥലമുണ്ട്. പിന്നെ എന്താ അറിയില്ല, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് നമുക്ക് ബിസ്ക്കറ്റ്സ് ആണ് കിട്ടിയത്. ബിസ്ക്കറ്റ്സ് കാണിച്ചു തരാം. അതുപോലെ ചെറിയ ബിസ്ക്കറ്റ്സ് നമ്മൾ 50-50 പോലെയുള്ള. പക്ഷേ അടുത്ത ഫുഡ് നമുക്ക് എത്തിയിട്ടുണ്ട്. കെച്ചപ്പ് ഉണ്ട്. വെജിറ്റേറിയൻ ആണ്, നമുക്ക് എന്താ നോക്കാം. റാപ്പാണിത്. റാപ്പ് കഴിച്ചു നോക്കാം. ടൊമാറ്റോ കെച്ചപ്പ് തന്നിട്ടുണ്ട്. അതുപോലെ ഇൻഫോർടൈൻമെൻറ്റ്, കുറേ സ്വിമ്മിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ നല്ല ഉറക്കം വരുന്നതുകൊണ്ട് ഒന്നും കാണുന്നില്ല. ആപ്പിൾ ജ്യൂസ് കൂടി ഇതിൻ്റെ ഒപ്പം തരുന്നുണ്ട്. നമ്മളെ ഫ്ലൈറ്റ് എവിടെ എത്തി എന്നുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ അറബിക്കടലിൻ്റെ മുകളിലൂടെ ഉള്ളത്. നമുക്ക് എവിടെ എത്തണം വെച്ചാൽ ഇവിടെ എത്തണം. നമുക്ക് ഏകദേശം അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് ഏകദേശം 2 മണിക്കൂറിലെത്തും. നമുക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സാധിക്കും. ക്യാപ്റ്റൻ മില്ലറാണ് സിനിമ ഇട്ടത് തുടങ്ങിയിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ കൊണ്ടുതരുന്നുണ്ട്. ഇതൊക്കെ ഐറ്റംസ് എല്ലാം നമുക്ക് നോക്കാം. എന്തൊക്കെയുള്ള ഞാൻ വെജിറ്റേറിയൻ അല്ല പറഞ്ഞത്, ചിക്കൻ ബ്രേക്ക്ഫാസ്റ്റാണ് പറഞ്ഞത്. ഇങ്ങനെ നമുക്ക് നോക്കി നോക്കാം. ഡ്രിങ്ക്സ് വേറെ വരുന്നുണ്ട്. കഴിച്ച് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആപ്പിൾ ജ്യൂസ് വേണമെങ്കിൽ ആപ്പിൾ ജ്യൂസ് വാങ്ങാം. വെള്ളം വേണം വെള്ളം വാങ്ങാം. ഇനി ടീ വേണമെങ്കിൽ ഇതിൻ്റെ ഒപ്പം ടീ പറയാം. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, യോഗട്ട് ഉണ്ട്, പിന്നെ ചിക്കൻ വിത്ത് എഗ് എന്നൊരു സംഭവമാണ്. പിന്നെ ഒരു കേക്ക് ഉണ്ട്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വെജിറ്റേറിയൻ വേണമെങ്കിൽ പറയാം. രസ, വട, സാമ്പാർ അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട്. നമുക്കിവിടെ എഗ്സ് ഉണ്ട്, ചിക്കൻ ഉണ്ട്, ഫന്നുണ്ട്. നല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിങ് ഒരു ലിൻഡിറ്റിൻ്റെ ഒരു ചോക്ലേറ്റ് മറ്റുണ്ട്. കഴിച്ചാൽ നമ്മളെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ നമ്മളെ കണക്ഷൻ ഫ്ലൈറ്റ് കാണിക്കും. അപ്പോൾ എനിക്ക് മ്യൂണിക്ക് ഇറങ്ങിയിട്ട് അവിടുന്ന് വേറെ ഫ്ലൈറ്റ് കയറി ഗഡാൻസ്കിലേക്ക് പോകണം. അപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് എനിക്ക് ഇവിടെ അങ്ങനെ കോല് കാണിച്ചു തരും. അപ്പം ഈ ഫ്ലൈറ്റ് വരുന്നത് ഇതാണ്, 11:10 ഈ ഗേറ്റിനാണ് പോകേണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. കഴിച്ചാൽ നമ്മളെ ഫ്ലൈറ്റിലെ വാഷ്റൂമിൻ്റെ വ്യൂ ആണ് എടുക്കാൻ പോകുന്നത്. ചെറിയൊരു സ്പേസ് ആണ്, പക്ഷെ നല്ല നീറ്റും കാര്യങ്ങളും ഉണ്ട്. കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് ലാൻഡ് ചെയ്യാനായിട്ട് ഇതാണ് വാഷ്റൂം. കൈ കഴുകാനുള്ള സ്ഥലം. പിന്നെ ഇവിടെ ഗ്ലാസ് കാണുന്നത്. ഗൈസ് അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡായി. നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുറത്ത് നല്ല സ്നോ ഉണ്ട് തോന്നുന്നു. അവിടെ സ്നോ പെയ്യുന്നുണ്ടെന്ന് കേട്ടെ, പോയോക്കട്ടെ. ഇതിൻ്റെ വേറൊരു ക്ലാസ്സാണ്, എക്കണോമിക് ക്ലാസ് എന്ന് പറഞ്ഞിട്ട്. ബിസിനസ് ക്ലാസ്സാണ് ഇപ്പോൾ ഈ കാണുന്നത്.
ബിസിനസ് ക്ലാസ് ആണ് ടാൻസിൻ്റെ. ഇൻഷാ അല്ലാഹ് ഒരു സീല് പോകണം നമുക്ക്. നല്ല ഇറങ്ങാണ്. അല്ല പുറത്തല്ല തണുപ്പ് കേട്ടോ. ചെറുതായിട്ട് സ്നോ വരുന്നുണ്ട്. ആ സ്നോ പെയ്യുന്ന കാണുന്നുണ്ട് നിങ്ങൾ. ചെറിയ രീതിയിൽ വരുന്നത്. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ്. അപ്പം നമുക്ക് എന്താക്കണം, അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് പിടിക്കണം. വേഗം അത് പോയി നോക്കട്ടെ. നീണ്ട 9 മണിക്കൂർ 9.5 മണിക്കൂർ ഫ്ലൈറ്റിന് ശേഷം നമ്മൾ അൽഹംദുലില്ലാഹ് മ്യൂണിക്കിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ശേഷം നമ്മൾ സെക്യൂരിറ്റി ചെക്കിന് വേണ്ടി ലൈനിൽ നിൽക്കുകയാണ്. ടെർമിനൽ 2ലേക്ക് പോകണം. നമ്മൾ ടെർമിനൽ 1-ലുള്ളത്. ഇനിയിപ്പം അത് പോയിട്ട് നോക്കണം എവിടെയാണ് ടെർമിനൽ 2-ലേക്കുള്ളതെന്ന്. ഗായ്സ് അങ്ങനെ നമ്മളെ സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കെ എന്ന് പറഞ്ഞൊരു ഗേറ്റാണ് ടെർമിനൽ 2-ലെ. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം എവിടെയാണ് പോയി നോക്കട്ടെ. ഒരു സ്ക്രീൻ ഉണ്ട് അവിടെ. പക്ഷെ ലേറ്റായി. ഗായ്സ് അങ്ങനെ പോളണ്ടിലെ ഗഡാൻസ്കിലേക്കുള്ള നമ്മളെ ബോർഡിങ് കഴിഞ്ഞ് നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ നമ്മളെ 2ാമത്തെ ഫ്ലൈറ്റാണ് ലുഫ്താൻസൻ്റെ. പക്ഷേ നമുക്ക് സുഖം എന്താ വെച്ചാൽ ബാംഗ്ലൂരിൽ നിന്ന് മ്യൂണിക്കിലേക്ക് കയറി കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എന്താക്കാം, ഓരോ ഫ്ലൈറ്റിനുണ്ടാവും കറക്റ്റ് അങ്ങോട്ട് പോകുന്നത് ഗഡാൻസ്കിൽ പോകുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഈ ഫ്ലൈറ്റിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ നോക്കട്ടെ. ഇത് ചെറിയ ഫ്ലൈറ്റാണ് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ഉള്ളിലെ പരിപാടികൾ എങ്ങനെയാണ് നമ്മൾ പോയോ. ഇതാണ് നമ്മളെ ഫ്ലൈറ്റ്. ലുഫ്താൻസൻ്റെ തന്നെയാണ്. ഇതാണ് നമ്മളെ മ്യൂണിക് എയർപോർട്ട്, ഇൻ്റർനാഷണൽ എയർപോർട്ട്. നമ്മളെ വിമാനത്തിൻ്റെ ഉൾഭാഗമായിട്ട് കാണുന്നത്. ഇതാണ് നമ്മളെ പൈലറ്റ് അവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് നമ്മളെ വിമാനത്തിൻ്റെ ഉൾഭാഗം. ഇതാണ് നമ്മളെ ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗം. മറ്റേ ഫ്ലൈറ്റിൻ്റെ അത്ര വലിയ ഫ്ലൈറ്റ് അല്ല, പക്ഷേ നോർമൽ റയനെയറൊക്കെ പോലുള്ള, പക്ഷേ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളത്. 32F ആണ് നമ്മളെ സീറ്റ്. അപ്പം അത് പോയി നോക്കട്ടെ. പക്ഷേ ഇതിൽ നമുക്ക് വിൻഡോ സീറ്റ് കിട്ടിയെന്നാണ് തോന്നുന്നത്. വിൻഡോ സീറ്റ് കിട്ടിയാൽ അടിപൊളിയായി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എടുക്കാൻ പോവാണ്. മ്യൂണിക് നഗരത്തിൻ്റെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ എയർപോർട്ടിൻ്റെ അടുത്തുള്ള. നോക്കിങ്ങൾ മഞ്ഞ വീണിട്ട് ഫുള്ള് കളർ മൊത്തം മാറി. മഞ്ഞ വീണിട്ട് അവിടെയൊക്കെ. ഗായ്സ് അങ്ങനെ നമ്മൾ ഗഡാൻസ്ക് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. നല്ല തണുപ്പാണ്. അപ്പോൾ നേരെ നമ്മൾ ബാഗേജ് കളക്ട് ചെയ്യണം. പിന്നെ പുറത്തിറങ്ങി നമ്മൾ 5-ലാണ് നമ്മളെ ലഗേജ് വരാനാണ് പറഞ്ഞത്. എനിക്കുള്ള ലഗേജ് വരും. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം. സാധനം എടുത്തിട്ട് വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ. ഗായ്സ് അങ്ങനെ നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തിറങ്ങി ലഗേജ് ഓല് ഒന്നുകൂടി പിന്നെ തുറപ്പിച്ച് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലുള്ള ബീഫ് അച്ചാർ വല്ല എടുത്തുകൊണ്ടുപോയി. പിന്നെന്താ കുറച്ച് പച്ചമുളകുണ്ട്. ഫുള്ള് മസാലാസും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ ഓലൊന്നും കൂടി ഓപ്പൺ ചെയ്യിപ്പിച്ച് അതൊക്കെ തുറന്ന് പിന്നെയും വെച്ച് അങ്ങനെ പരിപാടികളൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമ്മളെ ഡോമിലേക്ക് പോവാണ്. ഞാനിപ്പോൾ പോളണ്ടിലേക്കാണ് വന്നത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ പോളണ്ടിലേക്ക് എങ്ങനെയാണ് വന്നത്, എന്താണ് ഇവിടുത്തെ പരിപാടി, എവിടെയാണ് ഞാൻ നിൽക്കുന്നത്, അതൊക്കെ നമുക്ക് വരും ദിവസങ്ങളിലെ വ്ളോഗിലൂടെ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പം ഇവിടുത്തെ നമ്മളെ ഈ ബാംഗ്ലൂർ ടു ഗഡാൻസ്ക് വിയ മ്യൂണിക് വ്ളോഗിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ സീ യു ഗൈസ്, ബൈ ബൈ.